ഗുഡ് മോർണിംഗ്. ഒരു മാറ്റവും ഇല്ല. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് എസ്സിനെ 4 ലൈൻ കണ്ടോ? ഈ നടുക്കത്തെ ലൈൻസിൽ നിർത്തിയേ എസ് എന്ന് പറയുന്നത് എഴുതാം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 4 ലൈൻ എഴുതുമ്പോൾ എസ്സിനകത്ത് മാറ്റം വരുന്നു. നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഇങ്ങനെയാണോ എഴുതുന്നത്? അല്ല, സ്മോൾ ലെറ്ററിൽ എഴുതുമ്പോൾ എന്താ, ഈ 2 ലൈൻസിൽ നിർത്തിയേ എഴുതാം. സ്മോൾ ലെറ്റർ 4 ലൈനിൽ എഴുതാം. ഓക്കെ ആണോ? ഇപ്പം എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും എന്താ ചെയ്യുക? എസ് എന്ന് പറയുന്ന ലെറ്റർ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. എന്നിട്ട് എല്ലാ ക്ലാസ്സിലും പറയുന്നത് നമുക്ക് റിവൈസ് ചെയ്യണം. നിങ്ങൾ എന്നും എന്താ ചെയ്യുക? ഓരോ ലെറ്റേഴ്സ് പഠിക്കുമ്പോഴും അതിൻ്റെ കൂടെ നേരത്തെ പഠിച്ചതും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.